വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ശ്രദ്ധിക്കുക, ഹല്ലേലൂയ. കർത്താവ് എന്താ ചെയ്തത്? ന്യായപ്രമാണത്തിൽ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങി ഒരു പ്രൈസ് കൊടുത്തു. ഹല്ലേലൂയ. കർത്താവിന്റെ വിശുദ്ധ രക്തമാണ് അവൻ വിലയായി നൽകിയത്. എന്തിനു വേണ്ടിയാണ്? നാം പുത്രത്വത്തിലേക്ക് വരുവാൻ, നാം മകൻ എന്ന പദവിയിലേക്ക്, അവകാശി എന്ന പദവിയിലേക്ക് വരാൻ വേണ്ടിയാണ് അവൻ നമ്മെ വില കൊടുത്തു വാങ്ങിയത്. ഈ ശുശ്രൂഷയിലേക്ക്, ഹല്ലേലൂയ, ഈ ആത്മീയ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചതിന് കർത്താവ് ഒരു വില കൊടുത്തിട്ടുണ്ട്. വെറുതെ അല്ല നാം ഇവിടെ ആയിരിക്കുന്നത്. കർത്താവ് തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലക്ക് വാങ്ങിയതാ. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി പിതാവായ ദൈവം അവനെ നൽകുവാനിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. എന്തിനാണ്? നാം പുത്രത്വം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. മകൻ എന്ന പദവിയിലേക്ക്, അപ്പാ പിതാവേ എന്ന് സർവശക്തനായ ദൈവത്തെ വിളിക്കുവാൻ, പുത്രത്വത്തിന്റെ പദവിയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് യേശു കർത്താവ് നമ്മെ വില കൊടുത്തു വാങ്ങിയത്. ന്യായപ്രമാണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്നെല്ലാം ആ ബന്ധനങ്ങളെ എല്ലാം അറുത്ത് കർത്താവ് നമ്മെ വില കൊടുത്തു വാങ്ങി. അറാമത്തെ വാക്യം, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. അപ്പൊ പുത്രനാകുന്നു എന്നതിന്റെ തെളിവ്, ദൈവത്തിന്റെ മകനായി നാം മാറുന്നു എന്നതിന്റെ തെളിവ് എന്താണ്? ഹല്ലേലൂയ. പിതാവേ എന്ന് വിളിക്കുവാൻ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നു. അഭിഷേകത്തിൽ നിറയേണ്ട ആവശ്യകത ഏതാണ്? ഹല്ലേലൂയ. ആത്മാവിൽ നിറയേണ്ട ആവശ്യകത ഏതാണ്? ഹല്ലേലൂയ. സ്വപുത്രന്റെ ആത്മാവിനെ പ്രാപിക്കുന്നവർക്ക് പുത്രത്വത്തിന്റെ അവകാശത്തിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. മകൻ എന്ന പദവിയിലേക്ക് വരുവാൻ കഴിയത്തുള്ളൂ. ഇനി നാം ദാസനല്ല, നാം പുത്രനായി തിരിയാണ്. പുത്രനാണെങ്കിൽ എന്താണ്? പുത്രനാണെങ്കിൽ ദൈവഹിതത്തിൽ അവകാശിയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾ സങ്കീർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അവൻ ദൂതന്മാരെക്കാൾ മനുഷ്യനെ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചെന്ന് വായിച്ചിട്ടുണ്ട്, അല്ലെ? ദൂതന്മാരെക്കാൾ മുകളിലല്ല മനുഷ്യൻ, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയിരിക്കുന്നു. അപ്പൊ ദൂതന്മാരെക്കാൾ താഴെയായിരുന്നു മനുഷ്യന്റെ സൃഷ്ടിയുടെ സമയത്ത് അവന്റെ പൊസിഷൻ. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സുണ്ട്, ബഹുമാനമുണ്ട്, പക്ഷെ ദൂതന്മാരെക്കാൾ താഴെയായിരുന്നു അവന്റെ പൊസിഷൻ. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ പൊസിഷൻ ഒന്ന് ചേഞ്ച് ആകുന്നുണ്ട്. ഈ പൊസിഷൻ പുതിയ നിയമസഭയിൽ ഒന്ന് ചേഞ്ച് ആയിട്ട് ദൂതന്മാരുടെ മുകളിലാകുന്നു നമ്മൾ. സന്തോഷമുണ്ട് കേട്ടിട്ട്? ഹല്ലേലൂയ. നമ്മൾ ദൂതന്മാരെക്കാൾ പൊസിഷൻ താഴെയുള്ളവരായിരുന്നു, അല്ലെ? തേജസ് ഉണ്ടായിരുന്നു, ബഹുമാനം ഉണ്ടായിരുന്നെങ്കിലും അല്പം താഴെയായിരുന്നു. പുതിയ നിയമസഭയിൽ കർത്താവിന്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവർ ദൂതന്മാരെക്കാൾ മുകളിലാണ്. അതുകൊണ്ടാണ് അതിനെ പറയുന്നത്, രക്ഷ പ്രാപിക്കുന്നവരുടെ സേവകാത്മാക്കളാകുന്നു ദൂതന്മാർ. നമുക്ക് ദൂതന്മാരോട് കൽപ്പിക്കുവാൻ കഴിയും, നമുക്ക് ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്യാൻ കഴിയും. അവർ നമ്മുടെ സേവകാത്മാക്കളായി, നാം അവരുടെ മുകളിലായി തീർന്നു. ദൂതന്മാരോട് പോലും നമ്മുടെ രക്ഷകയെ, നമ്മളിൽ നടക്കുന്ന ദൈവപ്രവൃത്തിയെ സ്വർഗത്തിൽ നിന്ന് പിടിഞ്ഞു നോക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇത് സംഭവിച്ചത് ഒരു ദത്തെടുക്കലിൽ കൂടെയാണ്. വില കൊടുത്ത് ദൈവം നമ്മെ വാങ്ങിയതാണ്. പണ്ട് കൊറിയയിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. പട്ടണം മുഴുവൻ അറിഞ്ഞ രീതി അദ്ദേഹം ഉപയോഗിക്കപ്പെട്ടപ്പോൾ ആ നാട്ടിലുള്ളവർ പ്രതികൂലമായി തീർന്നു. പ്രശ്നങ്ങളുണ്ടായി. ആ സഭയിലേക്ക് കടന്നു വന്ന് അവരെ പലരെ ആക്രമിച്ചു, ദേവദാസനെ ആക്രമിച്ച കൂട്ടത്തിൽ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ പുത്രനെ, അദ്ദേഹത്തിന്റെ മകനെ കൊന്നുകളയുവാനിടയായി തീർന്നു. ആ ആക്രമണത്തിന്റെ നടുവിൽ പാസ്റ്ററുടെ മകൻ കൊല്ലപ്പെട്ടു. അവൻ ദാരുണമായി കൊല്ലപ്പെടുവാനിടയായി തീർന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞു. കേസുകൾ നടന്നു, പ്രശ്നങ്ങളുണ്ടായി. കേസുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പിതാവ് പറഞ്ഞു, ഈ കേസിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ തന്റെ പുത്രനെ കൊന്ന ആ വ്യക്തിയെ തന്റെ മുമ്പിൽ ഹാജരാക്കിയ സമയത്ത് ആ പിതാവ് പറഞ്ഞു, ഞാൻ ഒരു കുറ്റവും ഇവന്റെ മേൽ വെക്കുന്നില്ല, ഇവനോട് ഞാൻ ക്ഷമിക്കുവാൻ തയ്യാറാകുമെന്ന് പറഞ്ഞ് ആ ദൈവദാസൻ തന്റെ മകനെ കൊന്നുകളഞ്ഞ ആ മനുഷ്യനെ തന്റെ പുത്രനായി സ്വീകരിച്ചു, ദത്തെടുത്തു. ഹല്ലേലൂയ. ആ മനുഷ്യൻ മനസ്സാന്തരപ്പെടുവാൻ തയ്യാറായി. ഹല്ലേലൂയ. എന്റെ ഭാഗം തെറ്റുണ്ടെന്ന് സമ്മതിച്ചപ്പോൾ ആ പിതാവിന് അവരോട് സ്നേഹമാവുകയും തന്റെ മകനെ പോലെ ചേർക്കുവാനിടയാ. വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? പ്രൈസ് ദി ലോർഡ്. തന്റെ സ്വന്തം മകനെ കൊന്നുകളഞ്ഞവനെ തന്റെ പുത്രനായി
പിതാവിന് കരുണ തോന്നി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവിനുള്ള ബന്ധത്തിൽ നമുക്കതാ സംഭവിച്ചത്. നാം പാപത്തിൽ ദൈവത്തിൽ അകന്നവരായിരുന്നു, രോഗത്തിന്റെ കീഴിലായിരുന്നു, ശാപങ്ങളുടെ കീഴിലായിരുന്നു. എന്നാൽ ഒരുവൻ നമുക്ക് വേണ്ടി വില കൊടുത്തു. ഹല്ലേലൂയ. അവൻ നമ്മെ ദത്തെടുക്കുവാനിടയായി, വിലയ്ക്ക് വാങ്ങുവാനിടയായി. ഇനിയും ഹല്ലേലൂയ, ഞാൻ ലോകത്തിലുള്ളവനല്ല, ഇനി ഞാൻ പാപത്തിലുള്ളവനല്ല, ഇനി ഞാൻ ശാപത്തിന്റെ കീഴിൽ കിടക്കുന്നവനല്ല, ഞാൻ പുത്രനാണ്, ഞാൻ അവകാശിയാണ്. ആ പാസ്റ്ററുടെ പഴയ മരിച്ചുപോയ മകനെ പോലെ തന്നെ ആ പൈതൽ വളർന്നു വരുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി. അതാണ് ദത്തെടുക്കുക എന്നുള്ള അനുഭവം. ദത്തെടുക്കുക എന്നുള്ള പദം ഹൈത്യേഷ്യ എന്നുള്ള ഗ്രീക്ക് പദമാണ് അവിടെ കാണുന്നത്. ദത്തെടുക്കുക, അതായത് ഒരു കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുക. ലേഖനം പഠിക്കുമ്പോഴൊക്കെ നമുക്കത് കാണാൻ കഴിയും അല്ലേ? നാം ഈ ലോകത്തിന്റെ അധിപതിയുടെ കീഴിലായിരുന്നു, ഇരുട്ടിന്റെ ആധിപത്യത്തിലായിരുന്നു, ഇരുട്ടിന്റെ അധിപതിയെ അനുസരിച്ച് നടന്നവരായിരുന്നു. ആ കുടുംബത്തിൽ നിന്ന്, ആ പിശാചിന്റെ മുഖത്തിൽ നിന്ന് നമ്മെ വില കൊടുത്ത്, രക്തം കൊടുത്ത്, വിലയ്ക്ക് വാങ്ങി ദൈവ കുടുംബത്തിലേക്ക് നമ്മെ മാറ്റി പ്രതിഷ്ഠിച്ചു. അതാ സംഭവിച്ചത്. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, നമ്മൾ ആരാധിക്കുന്നു, അത്രമേ നമുക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ സംഭവിച്ചത് ഇതാണ്. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന്, പിശാചിന്റെ രാജ്യത്തിൽ നിന്ന്, പൈശാചിക കുടുംബത്തിൽ നിന്ന് നിന്റെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങി പിതൃത്വ പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മത്തിലേക്ക് നിന്നെ അവൻ കൊണ്ടുവന്നു, മാറ്റി പ്രതിഷ്ഠിച്ചു. അതാണ് ദത്തെടുക്കുക എന്നുള്ള അനുഭവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും നന്മകളും സത്യത്തിൽ ആർക്കുള്ളതാണ്? റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. ആർക്ക് വേണ്ടിയാ ദൈവം പ്രവർത്തിക്കുന്നത്? ആരെയാണ് ദൈവത്തിന് സത്യത്തിൽ ഇഷ്ടം? റോമർ 9:4. അവർ ഇസ്രായേലിയർ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി. ഹല്ലേലൂയ. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത ഒരു വംശം. ഹല്ലേലൂയ. ഏതൊക്കെ പ്രവാചകന്മാർ ഏതൊക്കെ മലയിൽ നിന്ന് ഹല്ലേലൂയ പ്രവചിച്ച്, ഹല്ലേലൂയ ശാസിച്ച്, ഹല്ലേലൂയ ശപിച്ചാലും ഏൽക്കാത്ത ഒരു ജാതി. ഹല്ലേലൂയ. അതാണ് ഇസ്രായേൽ. അവർ ദൈവത്തിന്റെ വംശമാണ്. അവർ ഇസ്രായേൽ എങ്ങനെയുള്ളവരാണ്? അവർക്കാണ് പുത്രത്വമുള്ളത്, അവർക്കാണ് തേജസ്സുള്ളത്, അവർക്കാണ് നിയമങ്ങളുള്ളത്, അവർക്കാണ് ന്യായപ്രമാണമുള്ളത്, ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. സത്യത്തിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് വന്നത് അല്ലേ? അത് ഇസ്രായേൽ ജനത്തിന് വേണ്ടി വന്നുവെന്ന് കർത്താവ് തന്നെ സുറേഫാനിക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ഞാൻ എനിക്ക് വേണ്ടി വന്നതൊന്നുമല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു. അപ്പൊ ഈ വാഗ്ദത്തങ്ങളെല്ലാം തന്റെ സ്വന്തം ജനത്തിലുള്ളതായിരുന്നു. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തവും. നമ്മളൊക്കെ എങ്ങനെയാ? ജാതികളാണ് അല്ലേ? നമ്മുടെ പഴയ കുടുംബത്തിന്റെ പശ്ചാത്തലം എടുത്തെടുത്ത് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ആരായിരുന്നു? ഹല്ലേലൂയ. സായിപ്പും ഹല്ലേലൂയ അസൂസ സ്ട്രീറ്റിൽ നടന്ന ഉണർവിന്റെ ഭാഗമായി ഹല്ലേലൂയ അഭിഷക്തന്മാരും മിഷണറിമാരും ഒക്കെ കേരളത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് വിശ്വാസത്തെ പരിചയപ്പെടുവാൻ, കർത്താവിനെ പരിചയപ്പെടുവാൻ മുഖാന്തരമായി തീരുന്നത്. അല്ലെങ്കിൽ നമ്മളെന്താ ഹല്ലേലൂയ ഈ അനുഭവത്തിലേക്ക് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത ജാതികളാണ്. ഈ ആരാധനാനുഭവം, ഈ വാഗ്ദത്തം, ഈ യഹോവയായ ദൈവത്തോടുള്ള ബന്ധം സ്വന്തം ജനമായ ഇസ്രായേലിന് മാത്രമായിരുന്നു. 5-ാമത്തെ വാക്യം, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ, മാത്രമല്ല ജഡപ്രകാരം ക്രിസ്തു. യേശു ജനിച്ചതും ഈ ഇസ്രായേൽ കുടുംബത്തിൽ ദാവീദിന്റെ സന്തതിയായിട്ടാണ്. ഹല്ലേലൂയ. യേശു ജനിച്ചത്, യേശു ഉത്ഭവിച്ചതും ആ കുടുംബത്തിൽ. അവൻ സർവ്വത്തിനും മീതെ ദൈവമായി, സർവ്വത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, പിതാവിന്റെ വലതുഭാഗത്ത് ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ, പിതാവിനോട് സമർത്ഥമുള്ളവൻ, താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ വാഴ്ത്തപ്പെട്ട ദൈവം പിറന്നതും ഇസ്രായേൽ ഗോത്രത്തിലായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പുതിയ നിയമസഭയുടെ പ്രത്യേകതയോടെ എഴുതിയിട്ടുണ്ട്. റോമർ 8:15, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, പ്രൈസ് ദി ലോർഡ്, നാം അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതേ ഇസ്രായേൽ ജനം പുത്രത്വവും തേജസ്സും നിയമങ്ങളും ആരാധനയും വാഗ്ദത്വമുള്ള ജനമായിരുന്നത് പോലെ, അവർ മാത്രം ജനമായിരുന്നത് പോലെ, യേശു കർത്താവിന്റെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ പുതിയ നിയമസഭയും അവരെ പോലെ പുത്രത്വത്തിലേക്ക് വന്നു എന്ന് വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. നീ
ആദ്യദാനമാണ്, പരിശുദ്ധാത്മാഭിഷേകമാണ്. ആ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നമുക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത അതാണ് എഴുതിയിരിക്കുന്നത്, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്ന നീ ഈ ലോകം കൊണ്ടും ശവക്കല്ലറ കൊണ്ടും മണ്ണോട് കൊണ്ടും തീർന്നു പോകത്തില്ല. അതിന്റെ അകത്തൊരു ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരത്തിൽ വീണ്ടെടുപ്പുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം പറയുന്നത് 1-ാം അധ്യായത്തിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ എഫേസ്യ ലേഖനം പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. സ്വർഗത്തിൽ എന്തൊക്കെ ആത്മിക അനുഗ്രഹങ്ങൾ ദൈവം കണ്ടുവച്ചിട്ടുണ്ടോ അതൊക്കെ ക്രിസ്തുവിൽ കൂടെ ദൈവസഭയ്ക്ക് പ്രാപിക്കാൻ കഴിയും. സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്തിനാണ് നാം തെരഞ്ഞെടുക്കപ്പെട്ടത്? എന്തിനാണ് നാം തെരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നിറവേറ്റി ഈ ലോകത്ത് ജീവിക്കാനാണോ? അല്ലേല്ല. നാം ഇപ്പോൾ കേട്ടതുപോലെ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരായി മാറുവാൻ, നിഷ്കളങ്കരായി മാറുവാൻ, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ കൊണ്ടു നടന്ന് നമ്മുടെ നിഷ്കളങ്കതയെ തകർത്ത് കളഞ്ഞ് നീതി പ്രവർത്തിക്കാതെ പാപത്തിന്റെ ശക്തികളിൽ നമ്മെ അകപ്പെടുത്തി കളഞ്ഞ് ഈ ഇരുട്ടിന്റെ വ്യാപാരം നമ്മെ കൊണ്ടു നടന്ന മേഖലകളിൽ നിന്ന് നമ്മെ തിരിച്ചു പിടിച്ച് വിശുദ്ധരായി മാറുവാൻ, നിഷ്കളങ്കരായി മാറുവാൻ സ്വർഗത്തിലെ ആത്മിക അനുഗ്രഹങ്ങളെ തരുവാൻ ഈ സഭയിൽ വന്നതുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല നിങ്ങൾ. അവിടെ എഴുതിയിരിക്കുന്നു, ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഈ ലോകമുണ്ടാകുന്നതിന് മുമ്പേ, ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ, സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പേ, ചന്ദ്രൻ ഉണ്ടാകുന്നതിന് മുമ്പേ, നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. Hallelujah!
പുറകിലായി ഈ ചെയറിൽ ഇരിക്കുന്നത്. ആ ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനാണ് അവിടെ എഴുതിയിരിക്കുന്നു? തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കുവാൻ. ഹല്ലേലൂയ. നാം സ്വന്തം ജനമായിരുന്നില്ല, ഇസ്രായേലിന്റെ കൂട്ടത്തിലായിരുന്നില്ല, ആരാധനയ്ക്കുള്ളവരായിരുന്നില്ല, വാഗ്ദത്തങ്ങൾക്കുള്ളവരായിരുന്നില്ല. എന്നാൽ ഒരുവൻ നമ്മെ ദത്തെടുത്തു. അവന്റെ പ്രസാദപ്രകാരം അവന് ഇഷ്ടം തോന്നിയത് കൊണ്ട് ചിലരെ അവന്റെ അടുക്കൽ അയച്ചു, അഭിഷക്തന്മാരെ അയച്ചു, സ്നാനത്തെ കുറിച്ച് മനസ്സിലാക്കി, രക്ഷോടത്തെ മനസ്സിലാക്കി, പരിശുദ്ധാത്മാഭിഷേകത്തെ മനസ്സിലാക്കി തന്നു. അവനെ തെരഞ്ഞെടുത്തു, അവനെ ദത്തെടുത്തു. എന്തിനാ? അവൻ പ്രിയനായവരിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. ഇതൊരു കൃപയാണ്, ഇത് ദൈവത്തിന്റെ ഒരു കരുണയാണ്, ഇത് ദൈവത്തിന്റെ ഒരു മനസ്സലിവാണ്. ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ മനസ്സലിവും കൃപയും കൊണ്ടാണ്. അവൻ നമ്മെ സ്നേഹത്തിൽ മുൻനിയമിച്ചിരിക്കുന്നു. ഇതൊരു മുൻനിയമനമാണ്, ഇതൊരു തെരഞ്ഞെടുപ്പാണ്. ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഇത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും, ഇത് പെന്തക്കോസ്തുകാർക്ക് മാത്രമുള്ളതല്ല, ഹല്ലേലൂയ, ഈ ഭൂലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടിയാ കർത്താവ് വന്നത്. ഇത് സകല മനുഷ്യരുടെയും അവിടെ പദം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും ഒരു പദം അവിടെ എഴുതിയിരിക്കുന്നു. പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായി ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ച് പോരാടുന്നു. ഞങ്ങൾ എന്തിനായി ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നത്? ഞങ്ങൾ എന്തിനായി ശുശ്രൂഷയ്ക്ക് വേണ്ടി പോരാടുന്നത്? ഇത് സകല മനുഷ്യർക്കുമുള്ള രക്ഷയ. മാത്രമല്ല പ്രത്യേകം വിശ്വാസികളുടെ ജീവനുള്ള ദൈവമാണ്. ശ്രദ്ധിക്കുക, പ്രത്യേകം വിശ്വാസികൾക്ക് വേണ്ടി ജീവനുള്ളവരായ ദൈവം ഇറങ്ങുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അധ്വാനിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ പോരാടുന്നത്. യോഹന്നാൻ 8-ൽ കൂടെ വന്ന് ഞാൻ തിരുമനസ് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് പുത്രത്വം അല്ലെ, മകൻ എന്ന പദവിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നു അല്ലേ. ഹല്ലേലൂയ. ആദമിനെ ദൈവം മകനായി സൃഷ്ടിച്ചതുപോലെ ആ മകൻ എന്ന പദവിയിലേക്ക് ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തതുപോലെ ആ മകൻ എന്ന പദവിയിലേക്ക് ക്രിസ്തു മുഖാന്തരം നമ്മൾ കടന്നു വന്നു. ഇനിയും അതേ മകനായിരിക്കും നമുക്ക് മറ്റൊരാളുടെ മകനായിട്ട് മാറാൻ പറ്റും. അതെങ്ങനെയാണ്? യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 42-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, എന്നെ നിങ്ങൾ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്റെ പിതാവ് അയച്ചത് മനസ്സിലാകുമായിരുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നതാണ്. അടുത്ത പദം ശ്രദ്ധിച്ച് 43. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കാത്തതെന്ത്? എന്റെ വചനം കേൾപ്പാൻ നിങ്ങൾക്ക് മനസ്സില്ലായോ? അപ്പൊ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതിന്റെ ഒരു ലക്ഷണം പറയാം. ഹല്ലേലൂയ. ദൈവത്തിൽ നമുക്ക് അകന്നു പോകുന്ന നമുക്ക് അനാലിസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? പതിയെ പ്രാർത്ഥന കുറയും, പതിയെ വചനധ്യാനം കുറയും, ആരാധനയോടുള്ള താല്പര്യം കുറയും, പ്രാർത്ഥനയോടുള്ള താല്പര്യം കുറയും, വചനം കേൾക്കുന്നതിനുള്ള താല്പര്യം കുറയും. എന്റെ ഭാഷണം നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. അത് വചനം സംസാരിക്കുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിയാത്ത അനുഭവം ഉണ്ടാകും. വചനം കേട്ടിട്ടത് റിസീവ് ചെയ്യാൻ മനസ്സില്ലാത്ത അനുഭവം ഉണ്ടാകും. അതിന്റെ അർത്ഥം നമ്മൾ പതിയെ ദൈവത്തിൽ നിന്ന് അകന്നു. പ്രാർത്ഥന കുറയുന്നുണ്ടെങ്കിൽ, വചനധ്യാനം കുറയുന്നുണ്ടെങ്കിൽ, കർത്താവ് പറയാം, നിങ്ങൾ എന്റെ ഭാഷണം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, എന്റെ വചനത്തിന് സമയം കൊടുക്കുന്നില്ലെങ്കിൽ, എന്റെ വചനത്തിന് ചെവി കൊടുക്കുന്നില്ലെങ്കിൽ, അത് എന്തുകൊണ്ടാണ് താഴെ എഴുതിയിരിക്കുക? നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. വചനത്തിൽ നിന്ന് അകന്നുപോയാൽ, ആരാധനയിൽ നിന്ന് അകന്നുപോയാൽ, പ്രാർത്ഥനയിൽ നിന്ന് അകന്നുപോയാൽ ആരുടെ മകനായി തീരും? പിശാചിന്റെ മകനാകാൻ സാധ്യതയില്ല അല്ലേ? ദൈവത്തിന്റെ മകനായി നിന്നെ തെരഞ്ഞെടുത്ത ദൈവം, രക്തം കൊടുത്തതിന്റെ വിലയ്ക്ക് വാങ്ങി ദത്തെടുത്ത ദൈവം. എന്നാൽ അവന്റെ ഭാഷണം കേൾക്കാതെ, വചനം കേൾക്കാതെ മനസ്സില്ലാത്തവനായി പോയാൽ ഈ പിശാചെന്ന പിതാവിന്റെ മക്കളായി മാറും. എന്താ പിശാചിന്റെ മക്കളുടെ പ്രത്യേകത? പിശാചിന്റെ മക്കളുടെ പ്രത്യേകത എന്താ?
പിതാവിന്റെ മോഹങ്ങളെ ചെയ്യാനും ചെയ്യും. അവൻ ആദ്യം മുതൽ എന്താ? കുലപാതകൻ. അവരിൽ എന്തില്ല? സത്യമില്ല. അതുകൊണ്ട് സത്യമില്ലായതുകൊണ്ട് അവൻ സത്യത്തിൽ അവൻ എന്ത് പറയുന്നു? ഹോസ്റ്റ് പറയുന്നു. സ്വന്തത്തിൽ നിന്നെടുത്ത് അവൻ ഹോസ്റ്റ് പറയുന്നവനും അതിന്റെ അപ്പനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മെ അപ്പനും മകനും എന്നുള്ള പദവിയിലേക്ക് ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, വചനത്തിന് ചെവി കൊടുക്കാതിരിക്കുമ്പോൾ, ഭാഷണം കർത്താവിനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പിശാചെന്ന പിതാവിന്റെ മോഹങ്ങളെ വാങ്ങിച്ചു ചെയ്യുമ്പോൾ നാം പിശാചിന്റെ മക്കളായി തീരുകയാണ്. Praise the Lord. Hallelujah. കുറച്ച് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുണ്ടെങ്കിലും ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. തിരുമേശയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മളുടെ എല്ലാം ഇവിടെ ആരാധിക്കുവാൻ കടന്നു വന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു തെരഞ്ഞെടുപ്പ്